സിപിഎമ്മിൽ സമ്മേളനകാലം. സിപിഎമ്മിൽ അടിമുടി തിരുത്തൽ വേണമെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട്. ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതിയുണ്ടായെന്നും സംഘടനാപരമായ വീഴ്ചകൾ തിരുത്തണമെന്നും ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. രൂക്ഷമായ വിമർശനങ്ങളാണ് സമ്മേളനത്തിൽ ഉയർന്നിട്ടുള്ളത്. സിപിഎമ്മിൽ അടിമുടി തിരുത്തൽ വേണം എന്ന ആവശ്യമാണ് സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. എം ജി മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥുൻ, വലിയ വിമർശനങ്ങൾ ഉയരുന്നു. അത് അടിമുടി തിരുത്തൽ വേണമെന്ന ഒരാവശ്യമാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ സംഘടനാ റിപ്പോർട്ടിൽ ഉയരുന്നതെന്ന് അറിയാൻ കഴിയുന്നു. എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ? രേണുക, കൊല്ലം സമ്മേളനത്തിലും സംസ്ഥാന നേതാക്കൾക്കെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും തിരുത്തൽ വേണമെന്നുള്ള ഒരു സംഘടനാ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്നാണ് സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി ഉണ്ടായി എന്നുള്ള അടക്കമുള്ള വിമർശനങ്ങൾ ഈ ഒരു യോഗത്തിൽ ഉയർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി വി ജോയി ആയിരുന്നു. അദ്ദേഹം തന്നെ ഈ വീണ്ടും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമെന്നുള്ള സൂചനകൾ നൽകുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിനെതിരെയും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വ്യാപകമായ വിമർശനം പ്രതിനിധികൾ ഉന്നയിച്ചിരിക്കുന്നത്. 7 ഏരിയ കമ്മിറ്റി പ്രതിനിധികളാണ് ഇത് സംബന്ധിച്ചുള്ള അപ്രീതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സംഘടനാപരമായ വീഴ്ചകൾ തിരുത്താൻ സാധിച്ചിട്ടില്ല. മധു മുല്ലശ്ശേരി അടുത്തിടെയാണ് മുല്ലശ്ശേരി ബിജെപിയുടെ അടുത്തതും അത് അറിഞ്ഞവർ പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്നും വിമർശനമാണ് എന്ന് കരുതാൻ കഴിയുമോ? ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് താഴെത്തട്ടിലുള്ള മൂല്യച്യുതി ആയിട്ടാണോ അതോ നേതാക്കൾക്കെതിരെയുള്ള നേരിട്ടുള്ള കുറ്റപ്പെടുത്തലായിട്ടാണോ കാണേണ്ടത്? സംസ്ഥാന നേതൃത്വത്തിനെതിരെ തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ജില്ലാ ഘടകത്തിനെതിരെയും ഇതേ സമാനമായ വിമർശനങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറിക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മധു മുല്ലശ്ശേരി അടക്കമുള്ള ആളുകൾ ഈ പാർട്ടി വിട്ട് ബിജെപിയിലേക്ക് ചേക്കേറുകയും ചെയ്ത ആ സമയത്ത് തന്നെ വലിയ വീഴ്ച ഉണ്ടായി. അതായത് ഈ സംഭവങ്ങൾ അറിഞ്ഞത് ഉടൻ തന്നെ ആ വിഷയം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു വ്യാപക പ്രചരണമുണ്ടായിരുന്നു, വ്യാപക വിമർശനമുണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിൽ വി ജോയിക്കെതിരെയും മറ്റ് ജില്ലാ ഘടകങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും കൂടി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മധു മുല്ലശ്ശേരി ബിജെപിയോട് അടുത്ത കാര്യം അത് മുന്നേ തന്നെ നേതാക്കൾക്ക് അറിയാമായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് റിപ്പോർട്ട് ചെയ്ത് അതിലൊരു തിരുത്തൽ നടപടി എടുക്കാൻ പാർട്ടിക്ക് ആയില്ല. അദ്ദേഹം പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള രീതിയിലൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഈ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. കൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം മെച്ചപ്പെടുത്തണം, ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആകുന്നില്ല. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ബിജെപി തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കുമെന്നുള്ള കോർപ്പറേഷൻ പിടിച്ചടക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ അത്തരത്തിൽ ഉള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി അറിഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലൂടെ നടത്തുന്ന സേവനങ്ങൾ, ഭരണത്തിന്റെ നേട്ടങ്ങൾ അവയുൾപ്പെടെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഈ ഒരു സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ജില്ലാ സമ്മേളനങ്ങളിലടക്കം സംസ്ഥാന നേതൃത്വത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രേണുക, ശരി. എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി ഉണ്ടായി എന്നും ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളും സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു.